WWE അലക്കി ഉടുത്തു പൊളിച്ചെറിഞ്ഞു CM പങ്ക്. അതും സ്ക്രിപ്റ്റിലില്ലാത്ത രീതിയിലായിരുന്നു പങ്കിന്റെ പ്രോമോ ഉണ്ടായിരുന്നത്. പങ്ക് കഴിഞ്ഞ റോ എപ്പിസോഡിൽ വന്നുകൊണ്ട് ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയുകയുണ്ടായി. പിന്നീടായിരുന്നു റോമൻ റെയിൻസിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. റോമൻ റെയിൻസ് ഇന്നത്തെ ദിവസം ഇവിടേക്ക് വരില്ല. 2 ആഴ്ച മുമ്പ് റോമൻ എന്നെ ഈ ഒരു അനൗൺസർ ടേബിളിന്റെ മുകളിലേക്ക് പവർ ബോംബ് ചെയ്യുകയുണ്ടായി. അതും അദ്ദേഹത്തിന്റെ കസിൻസിന്റെ ഹെൽപ്പോട് കൂടി. അത് കഴിഞ്ഞതിന് ശേഷം മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വെച്ചുകൊണ്ട് ഞാൻ റോമനെ പവർ ബോംബ് ചെയ്തു. എന്നെ സഹായിക്കാൻ വേണ്ടി ഒരു കസിനും ഇല്ലായിരുന്നു. റോമൻ എന്നെ ഹെയ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്നുള്ളത് എനിക്ക് ഉറപ്പ് തന്നെയാണ്. റോമനെ പോലെ അല്ലല്ലോ ഞാൻ എന്നുള്ള രീതിയിൽ ഞാൻ സന്തോഷവാനാണ്. എന്നിട്ട് കമന്ററി ടേബിളിന്റെ മുകളിൽ കയറി റസൽമീനിയ സൈനിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എനിക്കും റോമനും ടോപ്പിലെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ എൻ്റെ മാർഗ്ഗങ്ങളെല്ലാം തന്നെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും സാക്രിഫൈസ് കൊണ്ടും ഞാൻ ഉണ്ടാക്കിയതാണ്. എന്നാൽ റോമന്റെയോ അത് റോമനെ പലരും കൊണ്ടുവന്ന് കൊടുത്തതാണ്. റോമന്റെ ഫാമിലിയായിരുന്നു പങ്ക് അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് റോമൻ റെയിൻസിനെ ജിമ്മി ഫാലന്റെ ഷോ പോലെയുള്ള ആ ഒരു ഷോകളിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? റോമൻ എന്താണ് പറയുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. റോമൻ സേഫ് ആയിട്ട് മാത്രമേ കളിക്കാറുള്ളൂ. കമ്പനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ റോമന്റെ വായിൽ നിന്ന് വരികയുള്ളൂ. പക്ഷേ ഞാനാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ഞാൻ എന്താണ് പറയുക എന്നുള്ളത് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് എന്നെ എങ്ങോട്ടേക്കും വിടാത്തത്. ഞാൻ ഒരുപാട് സിനിമകളിലും TV ഷോകളിലും അഭിനയിച്ചിട്ടുണ്ട്. അന്നൊന്നും തന്നെ ഒരൊറ്റ ഷോ പോലും ഞാൻ മുടക്കിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ റോമൻ ആകട്ടെ ഒരു ഷൂട്ടിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഷോകളിൽ വരാതിരിക്കുന്നുണ്ട്. റോമന്റെ വിചാരം അദ്ദേഹം റോക്കാണ് എന്നുള്ളതാണ്. റോക്ക് ശരിക്കും ഒരു ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ ആണ്. ശരിക്കും ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ അല്ല, പണ്ട് ഹോളിവുഡ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. റോമൻ പണ്ട് ചാമ്പ്യൻ ആയിരുന്നതുപോലെ റോക്ക് പണ്ട് സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അതായത് റോക്കിന്റെ സൂപ്പർ സ്റ്റാർ പദവി ഇപ്പോൾ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു പങ്ക് പറഞ്ഞത്. എൻ്റെ ഒരു കസിൻ പോലും ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇല്ല. എൻ്റെ കൂടെ വൈസ്മാൻ ഇല്ല, അഡ്വക്കേറ്റ് ഇല്ല, ഈറ്റ് പറയുന്ന ആരും തന്നെ ഇല്ല. എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. ആ വയസ്സനായ വിൻസ് മക്മാന് വേണ്ടിയിട്ട് നായയെ പോലെയാണ് റോമൻ റെയിൻസ് പണിയെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നോട് അതേ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് ചെയ്തതുപോലെ എൻ്റെ സെൽഫ് റെസ്പെക്ട് മാനിച്ചുകൊണ്ട് ഈ കമ്പനിയിൽ നിന്നും ഞാൻ പോയേനെ. റോമൻ എത്ര തവണ മെയിൻ ഇവന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പകുതിയെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ആ കിട്ടിയതിൽ റോമൻ തൊലച്ചതുപോലെ ഞാൻ തൊലച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴേ WWE നിന്നും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടേനെ. റോമന്റെ ഫാമിലി ഈ ഒരു കമ്പനിയിലെ വലിയ ഫാമിലി ആയതുകൊണ്ടും റോമൻ ഇവിടെ പവർ ഉള്ളതുകൊണ്ടും മാത്രമാണ് അദ്ദേഹം ഇവിടെ നിന്നു പോകുന്നത്. പിന്നീട് പാറ്റ് മെക്കാഫിയെ കുറിച്ച് CM പങ്ക് പറഞ്ഞു. മെക്കാഫി വന്നുകൊണ്ട് ടിക്കറ്റ് സെയിൽസ് വളരെ കുറവാണ്, നല്ല ഷോകൾ ഇല്ലാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. ടിക്കറ്റ് സെയിൽസ് കുറവായത് നല്ല ടിക്കറ്റ് ചാർജുകൾ ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ടിക്കറ്റ് ചാർജ് എന്തായാലും ഈ കമ്പനി കുറച്ചിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഒരുപാട് ഫാമിലികൾക്ക് ഇത് വന്ന് കാണാൻ കഴിയുകയുള്ളൂ. TKO ഗ്രൂപ്പാണ് ഈ ഒരു ടിക്കറ്റ് സെയിൽസ് കൂട്ടാൻ കാരണം എന്നുള്ളതെല്ലാം തന്നെ CM പങ്ക് അവിടെ നിന്നും പറയുകയുണ്ടായി. ആദ്യമായിട്ടാണ് ഒരു സൂപ്പർ സ്റ്റാർ TKOയ്ക്കെതിരെ ഇങ്ങനെ പറയുന്നത്. എൻ്റെ മോനെ കിഡിലൻ പ്രോമോ ആയിരുന്നത്.